പ്രണയതീരം ഭാഗം 1. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. ഗുൽമോഹർ പൂക്കൾ വീണ് ചുവന്ന പരവതാനി വിരിച്ച കോളേജ് ക്യാമ്പസ്. ക്ലാസ് ടൈം ആയതിനാൽ എവിടെയും നിശബ്ദത. പ്യൂൺ ഒരു നോട്ടീസുമായി ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസ്സിലേക്ക് നടന്നു. ഫസ്റ്റ് അവർ ക്ലാസ് തുടങ്ങി. ശരത് സാറിൻ്റെ ഘനഗംഭീരമായ സ്വരത്തിൽ ജോൺ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന ഭാഗം പഠിപ്പിക്കുകയാണ്. പുറത്ത് പ്യൂൺ വന്നതും കുട്ടികളുടെ ശ്രദ്ധ ആ ഭാഗത്തേക്കായി. ജസ്റ്റ് എ മിനിറ്റ്. ശരത് സാർ നേരെ പ്യൂണിൻ്റെ അടുത്തേക്ക് ചെന്നു. കയ്യിലെ പേപ്പർ വാങ്ങി. ദേവപ്രിയ. ആ പേര് കേട്ടതും എല്ലാ പേരുടെയും നോട്ടം ആ ഭാഗത്തേക്കായി. വിടർന്ന കണ്ണുകൾ നന്നായി വാലിട്ട് എഴുതിയിരിക്കുന്നു. വില്ലുപോലെ മനോഹരമായ പുരുകക്കൊടി. അതിന് നടുക്കായി ചെറിയ കറുത്ത പൊട്ടും. പീലികൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ. ചിരിക്കുമ്പോൾ കവിളിൽ വിരിയുന്ന ഭംഗിയുള്ള നുണക്കുഴി. ചാമ്പയ്ക്ക ചുണ്ടുകൾ. നീണ്ട നാസിക. അതിന് ഭംഗിയേകാൻ ചുവന്ന മൂക്കുത്തി. നിതംബം മറയുമാറ് ചുരുട്ട മുടി. വെണ്ണക്കൽ ശില്പമെന്ന് പറയുന്ന പോലെ ഭംഗിയുള്ള ശരീരവടിവ്. ശരത് സാറിൻ്റെയും ഒപ്പം ക്ലാസ്സിലെ മറ്റാൺകുട്ടികളും ഒരുപോലെ അവളെ നോക്കി. സാർ. ആ വിളിയാണ് ശരത്തിനെ ബോധമണ്ഡലത്തിലെത്തിച്ചത്. ദേവപ്രിയ, പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് ചെല്ലൂ. ദേവ തൻ്റെ അടുത്ത ആത്മമിത്രം വേണിയെ നോക്കി. നീ പോയിട്ട് വാ പെണ്ണേ. ദേവ വേഗം തന്നെ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് നടന്നു. പ്രിൻസിയുടെ റൂമിന് പുറത്തേക്ക് നടക്കുന്ന ആളിൽ അവളുടെ കണ്ണുടക്കി. ദേവ പ്രിൻസിയുടെ റൂമിലേക്ക് കയറി. സാർ. ദേവപ്രിയ. യെസ് ദേവപ്രിയ. പുറത്തു നിൽക്കുന്ന ആൾ അറിയാം, നെയ്ബറാണ്, കുമാരേട്ടൻ. കുട്ടി അയാളോടൊപ്പം പൊയ്ക്കോളൂ. സാർ. പേടിക്കാനൊന്നുമില്ല. തൻ്റെ അമ്മയ്ക്ക് എന്തോ വയ്യായിക. പിന്നെ ഒന്ന് തന്നെ. അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാറ്റുപോലെ അവൾ പുറത്തേക്ക് വന്നു. കുമാരേട്ടാ, അമ്മയ്ക്കെന്താ? കണ്ണുകൾ ചാല് തീർത്ത് ഒഴുകുന്നുണ്ടായിരുന്നു. മോള് വേഗം വായോ, കുമാരേട്ടൻ ഓട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. ദേവ ബാഗ് പോലും എടുക്കാൻ നിൽക്കാതെ അയാളോടൊപ്പം തിരിച്ചു. വീടിനടുത്ത് എത്തുമ്പോൾ തന്നെ കണ്ടു അങ്ങിങ്ങായി നിൽക്കുന്ന പരിചയക്കാരെ. അവൾ വേഗം അകത്തേക്ക് കയറി. മുറിയിൽ വെള്ള പുതച്ച് കിടക്കുന്ന അമ്മയെ കണ്ടതും ദേഹമൊന്നുലഞ്ഞു. ശരീരം ഭാരം കുറഞ്ഞ് കൃഷ്ണമണികൾ മേൽപോട്ട് നീങ്ങി. കണ്ണുകൾ താനേ അടഞ്ഞു നിലത്തേക്ക് വീണു. പുറത്തു നിൽക്കുന്നവർ പറയാൻ തുടങ്ങി, പാവം, എന്ത് സന്തോഷം നിറഞ്ഞ കുടുംബമായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും ആ കൊച്ചിൻ്റെയും സ്നേഹം കണ്ടാൽ ആർക്കും അസൂയ തോന്നുമായിരുന്നു. 20 വർഷം മുമ്പ് ശേഖരനും സീതയും ഇവിടെ വരുമ്പോൾ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. ശേഖരൻ്റെ കൂടെ സ്നേഹിച്ചിറങ്ങി വന്ന സീതയെ കാണാൻ എന്തൊരഴകായിരുന്നു. ആ ഭംഗി മുഴുവൻ കിട്ടിയിട്ടുണ്ട് ദേവക്കൊച്ചിന്. ആദ്യം പറമ്പിൽ പണിയെടുക്കുന്നതും ഷാപ്പിൽ എടുത്തു കൊടുക്കുന്നതും ഒക്കെ നിൽക്കുമായിരുന്നു ശേഖരൻ. പിന്നെ ടൗണിലെ ഒരു കടയിൽ കണക്കെഴുത്ത് വാങ്ങിക്കൊടുത്തു ആരോ. ഒന്ന് പച്ചപിടിച്ച് വരുമ്പോഴാണ് ഈ കാണുന്ന വീടും പുരയിടവും വാങ്ങിയത്. സീത ചെറിയ കുട്ടികളുടെ ഡാൻസ് പഠിപ്പിച്ചും ദേവക്കൊച്ചു കുഞ്ഞു പിള്ളേരെ പഠിപ്പിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞു വരികയായിരുന്നു. ഒരു ദിവസം ടൗണിൽ നിന്ന് വരുന്ന വഴി ഒരു ലോറി ഇടിച്ചു ശേഖരനെ. ലോറി നിർത്താതെ പോയി. 3 വർഷം ഒരേ കിടപ്പായിരുന്നു ശേഖരൻ. അച്ഛൻ്റെ കയ്യും പിടിച്ച് നടന്ന കുഞ്ഞ്. 5 വർഷമായി ശേഖരൻ മരിച്ചിട്ട്. അതിനുശേഷം അമ്മയും മോളും ഒരുപാട് കഷ്ടപ്പെട്ടാണ് കഴിഞ്ഞു വന്നത്. കുറേ നാളായി സീതയ്ക്ക് വയ്യ. പരിശോധിച്ചപ്പോൾ ക്യാൻസർ. ചികിത്സിക്കുന്ന ഘട്ടമൊക്കെ കഴിഞ്ഞു. 2-3 ദിവസമായി ആ കുഞ്ഞ് ആശുപത്രിയിൽ കൊണ്ട് നടക്കുകയായിരുന്നു. ഇന്നാണ് അതൊന്ന് കോളേജിൽ പോയത്. കുമാരനും രമണിയുമാണ് സഹായം. ദേവമോൾ പോയിക്കഴിഞ്ഞ് രമണി നോക്കാൻ വരുമ്പോൾ രക്തം ഛർദ്ദിച്ച് കിടക്കുന്നു. ആ കൊച്ചിൻ്റെ കാര്യം കഷ്ടം. സ്നേഹിച്ചിറങ്ങി വന്നതുകൊണ്ട് ബന്ധുക്കൾ ആരും അന്വേഷിച്ച് വരുന്നിട്ടില്ല. സീത ഗർഭിണിയായിരിക്കുമ്പോൾ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരി ഇടയ്ക്ക് കാണാൻ വരുമായിരുന്നു. കുറേ കാലമായി അതിനെയും കാണാറില്ല. ദേവമോളെ. രമണി. ദേവയുടെ മുഖത്ത് വെള്ളം കുടഞ്ഞു. ഞെട്ടിയുണർന്ന ദേവ രമണിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ചേച്ചി, എൻ്റെ അമ്മ, എനിക്കിനി ആരുണ്ട്? ഞാൻ ആരുമല്ലാത്തവളായില്ലേ? അനാഥയായില്ലേ? രമണി ദേവയെ പതിയെ താങ്ങി പിടിച്ച് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടിരുത്തി. ദേവ അമ്മയുടെ നെറ്റിയിലും കവിളിലും മാറി മാറി ഉമ്മ വെച്ചു. അമ്മയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയുന്ന ദേവയെ കണ്ടുകൊണ്ടാണ് ശരത് സാറും വേണിയും കോളേജിലെ ബാക്കി സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ വന്നത്. ശരത് സാറിൻ്റെ കണ്ണുകൾ ദേവയിലായിരുന്നു. കണ്ട ആദ്യ നാളുകളിൽ തന്നെ ഒരു സ്റ്റുഡൻ്റ് എന്നതിലുപരി ദേവയോട് അയാൾക്ക് ഒരടുപ്പം തോന്നിയിരുന്നു. പക്ഷേ ഒരിക്കലും ശരത് സാർ അവളുടെ മുന്നിൽ അത് പ്രകടിപ്പിച്ചിരുന്നില്ല. വേണി ദേവയുടെ അടുത്ത് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ദേവ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വേണിയുടെ മാറിലേക്ക് ചാഞ്ഞു. ദേവയെ ചേർത്ത് പിടിച്ച് വേണിയും കരഞ്ഞു.
കാത്തിരിക്കാൻ ആരും തന്നെ ഇല്ലാത്തതിനാൽ സീതയുടെ ശവസംസ്കാരം എല്ലാം തന്നെ നടന്നു. ആ ചെറിയ വീട്ടിൽ ദേവ തീർത്തും അനാഥയായി. യാത്ര പറഞ്ഞ് ഓരോരുത്തരായി പടിയിറങ്ങി. മനസ്സില്ല മനസ്സോടെ വേണിയും. ശരത് സാർ പോകാനിറങ്ങുന്നതിന് മുമ്പ് ദേവയെ ഒന്നുകൂടി നോക്കി. എല്ലാം തകർന്നിരിക്കുന്ന അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു. വീട്ടിൽ കുമാരേട്ടനും രമണിയും ദേവയും മാത്രമായി. അമ്മയുടെ മരണവുമായി ദേവയ്ക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാറില്ല. നേരെ ഭക്ഷണം കഴിക്കില്ല. കോളേജിൽ നിന്നും വേണി ഒരുപാട് തവണ അവളെ കാണാൻ വന്നു. പക്ഷേ ദേവ ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു. മോളെ ദേവ, ഇതെന്തൊരിടിപ്പാണ്. എത്ര ദിവസമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നത്? ചേച്ചിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. മരിക്കുന്നതിന് മുമ്പ് മോൾക്ക് തരാൻ ഒരു ലെറ്റർ സീത ചേച്ചി എന്നെ ഏൽപ്പിച്ചിരുന്നു. എനിക്കെന്തെങ്കിലും പറ്റിയാൽ അതവളെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാനിത് സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി. സമാധാനത്തിൽ മോളിത് വായിച്ച് ഒരു നല്ല തീരുമാനമെടുക്കണം. ദേവ കണ്ണുനീരോടെ ആ ലെറ്റർ നിവർത്തി. അമ്മയുടെ പൊന്നുമോക്ക്, ഈ ലോകത്തിൽ അമ്മയ്ക്കിപ്പോൾ സ്വന്തമെന്ന് പറയാൻ മോള് മാത്രമേ ഉള്ളൂ. കൂടെ അച്ഛൻ്റെ ഓർമ്മകളും. സമ്പത്തും ബന്ധുമലവും നിറഞ്ഞ ഒരു കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും മോളുടെ അച്ഛനോടൊപ്പം വന്നതിൽ പിന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ല. അമ്മയ്ക്കതിൽ പരാതിയുമില്ലായിരുന്നു. പക്ഷെ അമ്മ കൂടി പോയാൽ എൻ്റെ മോൾ ഒറ്റയ്ക്കാകുമല്ലോ എന്ന് എനിക്ക് പേടിയാണ്. അമ്മയുടെ ഒരു കൂട്ടുകാരി കോട്ടയത്തുണ്ട്. എൻ്റെ സ്വന്തം എന്ന് പറയാൻ എൻ്റെ മാലു. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ മോൾ അവിടെ നിൽക്കരുത്. മാലു എൻ്റെ മോളെ പൊന്നുപോലെ നോക്കും. എൻ്റെ കയ്യിലുള്ള വിലാസത്തിൽ ഞാനൊരു ലെറ്റർ അയച്ചിട്ടുണ്ട്. മോൾ അവിടെ എത്തിയാൽ അമ്മയ്ക്ക് സമാധാനമാണ്. ലെറ്റർ വായിച്ച് ദേവ നിലത്തേക്ക് ഊർന്നിരുന്നു. വിധി അവൾക്കായി നൽകിയ പരീക്ഷണങ്ങൾ ഇനി എന്തൊക്കെയാണ് ബാക്കിയെന്നറിയാതെ. ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രയ്ക്കാണ്. സീസൺ ആയതിനാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് യാത്ര ട്രെയിനിലാക്കി. പതിവ് പോലെ ഉറക്കത്തിൽ ആ സ്വപ്നം കടന്നു വന്നു. വെളുത്ത നിറവും നിതംബം മുട്ടുമാറ് ചുരുൾമുടിയും തോളിനോട് ചേർന്നുള്ള കറുത്ത മറുകും മറുകിൽ ചുംബിക്കാനായി ആഞ്ഞതും ഞെട്ടിയുണർന്നു. പുറത്ത് ആരുടെയൊക്കെയോ ബഹളവും തട്ടും മുട്ടലും ഒക്കെ കേൾക്കുന്നു. രുദ്രൻ വേഗം ചാടി എണീറ്റ് നോക്കിയപ്പോൾ കുറച്ചാളുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. സംഭവം എന്താണെന്ന് നോക്കാൻ ഒന്ന് എത്തി നോക്കിയതാണ്. നോക്കിയതും എന്തോ ഒന്ന് വന്ന് നെഞ്ചിലേക്ക് ശക്തമായി വീണു. പെട്ടെന്നായതുകൊണ്ട് ബാലൻസ് കിട്ടാതെ താഴേക്ക് വീണു. വീഴ്ചയുടെ ആഘാതത്തിൽ ഒന്ന് ഞെട്ടിയെങ്കിലും കണ്ണു തുറന്നപ്പോൾ പഞ്ഞിക്കെട്ട് പോലെയുള്ള എന്തോ ഒന്ന് പുറത്ത് കിടക്കുന്നു. ആദ്യം കണ്ണിൽപ്പെട്ടത് തോളിലെ മറുകായിരുന്നു. എന്നും സ്വപ്നത്തിൽ വരുന്ന ആ മറുക്. അറിയാതെ ചുണ്ടുകൾ പതിയെ ആ മറുകിൽ ചുംബിച്ചു. പെട്ടെന്നാണ് അവനെ തള്ളിമാറ്റി അവൾ ചാടി എഴുന്നേറ്റത്. സ്ഥലകാല ബോധം തിരിച്ചു കിട്ടി. തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് തൻ്റെ പിന്നിലേക്ക് ആ കുട്ടി ഒളിച്ചു. കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വേഗം വന്ന് രുദ്രൻ്റെ പിന്നിൽ നിൽക്കുന്നവളെ കൈപിടിച്ച് വലിച്ചു. ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ആ കൈകൾ വിടുവിക്കാൻ നോക്കുന്നു. ഇങ്ങോട്ട് വാടി, കാശ് എണ്ണി തരുന്നത് എല്ലാത്തിനും കൂടി ചേർത്ത് തന്നെയാണ്. അവളൊരു ശീലാവതി വന്നേക്കുന്നു. അവൾ അയാളുടെ കൈകൾ വിടുവിച്ചുകൊണ്ട് രുദ്രൻ്റെ അടുത്തേക്ക് വന്നു. സർ പ്ലീസ്, എന്നെ രക്ഷിക്കണേ. ഇയാൾ പറയുന്നത് മുഴുവൻ കളവാണ്. ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഇയാളും കൂട്ടുകാരും കൂടി എന്നെ ശല്യം ചെയ്യാൻ. ഒരു സഹായത്തിന് പോലും ആരുമില്ല. എന്നെ ഇയാളുടെ കൂടെ വിടരുത്. ഇയാൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. രുദ്രൻ അവളെ ഒന്ന് നോക്കി. 10-18 വയസ്സ് പ്രായം തോന്നും. 18 വയസ്സ്, അത്രയുമുണ്ട് പ്രായം. അവൾ പറയുന്നത് കള്ളമല്ലെന്ന് ആ കണ്ണുകൾ പറയുന്നുണ്ടായിരുന്നു. അയാൾ മുന്നോട്ട് വന്ന് വീണ്ടും അവളുടെ കൈകളിൽ പിടുത്തമിട്ടതും രുദ്രൻ ആ കൈകൾ ബലമായി വിടിയിച്ചു. അയാളുടെ മുഖത്ത് ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. അയ്യോ, സാറിനും ഇവളെ നോട്ടമുണ്ടോ? എന്നാൽ ഞാനല്ലേ ആദ്യം. എൻ്റെ ആവശ്യം കഴിഞ്ഞ് ഞാൻ സാറിനെ തന്നെ തന്നേക്കാം. അവൾ ആരെയും മയക്കും. അത്രയ്ക്ക് നല്ല സൂപ്പർ ഫിഗർ അല്ലേ? പറഞ്ഞു തീർന്നില്ല. രുദ്രൻ്റെ കൈ വായുവിൽ ഉയർന്നു പൊങ്ങി. പിന്നെ മുഖമടച്ചൊരടിയായിരുന്നു. പിന്നിലേക്ക് ആഞ്ഞതും രുദ്രൻ അയാളുടെ വയറിൽ ആഞ്ഞു ചവിട്ടി. അയാൾ തെറിച്ചു വീണു. അയാളുടെ സുഹൃത്തുക്കളെന്ന് തോന്നിക്കുന്ന ചിലർ രുദ്രൻ്റെ നേർക്കടുത്തെങ്കിലും രുദ്രൻ്റെ കൈയും കാലും കാറ്റിനേക്കാൾ വേഗത്തിൽ അവന്മാരുടെ മുഖത്തും വയറിലും വീണുകൊണ്ടിരുന്നു. ആരൊക്കെയോ ചേർന്ന് ട്രെയിനിൻ്റെ ചങ്ങല വലിച്ചു നിർത്തി. പോലീസ് എത്തിയപ്പോഴേക്കും ട്രെയിൻ കോട്ടയം സ്റ്റേഷൻ എത്തിയിരുന്നു. സ്റ്റേഷനിലെത്തിയതും എല്ലാവരും ഇറങ്ങാൻ തിരക്ക് കൂട്ടി. രുദ്രൻ ലഗേജുമായി ഇറങ്ങി. അവന് പുറകെ പേടിച്ചവളും. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാണോ നിൻ്റെയൊക്കെ പ്രഹസനം?
കൂട്ടത്തിൽ പ്രായമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രുദ്രനോട് ചൂടായി. സർ, ഇവന്മാർ ഈ കുട്ടിയോട് മോശമായി പെരുമാറി. ഇത്രയും യാത്രക്കാരുണ്ടായിരുന്നിട്ടും ആരും ആ കുട്ടിക്ക് സംരക്ഷണം നൽകിയില്ല. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പെരുമാറേണ്ടി വന്നത്. താൻ ആരാടോ, ഗുണ്ടയോ? ഇവന്മാരെ പെറ്റ തള്ള കണ്ടാൽ തിരിച്ചറിയില്ലല്ലോ. എന്തായാലും തൻ്റെ പേരിൽ കേസെടുക്കാതെ ഇരിക്കാൻ പറ്റില്ല. ഇവന്മാർക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. എന്താ കൊച്ചേ നിന്റെ പേര്? ദേവപ്രിയ. ഡോ, തൻ്റെ പേരെന്താ? രുദ്രദേവ പ്രതാപവർമ്മ IPS. പോലീസുകാർ ഒന്നടങ്കം നീട്ടി വിളിച്ച് സല്യൂട്ട് നൽകി. അടികൊണ്ടവന്മാരുടെ കിളികളെല്ലാം പറന്നുപോയി. രുദ്രനെ തന്നെ നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ് ദേവ. ഡോ, തന്നെ ഇനി ആരും ശല്യം ചെയ്യില്ല. എന്നാൽ ശരി. രുദ്രൻ ലഗേജുമായി സ്റ്റേഷന് പുറത്തിറങ്ങി. ഫോണെടുത്ത് ഡയൽ ചെയ്തു. ബാലേട്ടാ, ഞാൻ പാർക്കിങ്ങിൽ വരാം. ഞാൻ ഇവിടെ ഉണ്ട് കുഞ്ഞേ. പറഞ്ഞു തീർന്നില്ല. രുദ്രൻ വേഗം പാർക്കിങ്ങിൽ ചെന്നു. പുഞ്ചിരിച്ചുകൊണ്ട് 50 വയസ്സിന് മേൽ പ്രായം തോന്നുന്ന ഒരാൾ കാറിൽ നിന്നും ഇറങ്ങി രുദ്രൻ അടുത്തേക്ക് വന്നു. ബാലേട്ടൻ വന്നിട്ട് ഒരുപാടായോ? കുഞ്ഞ് ലേറ്റായി, അയാൾ ചിരിയോടെ പറഞ്ഞു. കാർ മുന്നോട്ട് നീങ്ങുമ്പോൾ രുദ്രൻ കണ്ടു പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാൻഡിലേക്ക് നീങ്ങുന്ന ദേവയെ. രുദ്രൻ എന്തോ അവളെ അവിടെ ഉപേക്ഷിച്ച് പോരാൻ തോന്നിയില്ല. ബാലേട്ട, ഒന്ന് നിർത്തിയേ. എന്തു പറ്റി കുഞ്ഞേ? കാർ നേരെ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്ന ദേവയുടെ മുന്നിൽ ചെന്ന് നിന്നു. രുദ്രൻ കാറിൽ നിന്നിറങ്ങി ദേവയുടെ അടുത്തേക്ക് ചെന്നു. താനെന്താ ഇവിടെ നിൽക്കുന്നേ? ഞാൻ ഈ അഡ്രസ്സ് എവിടെയാണെന്ന് തിരക്കാൻ വന്നതാ. ദേവ കയ്യിലിരുന്ന അഡ്രസ്സ് രുദ്രൻ്റെ നേർക്ക് നീട്ടി. മാലിനി വർമ്മ, ഇന്ദ്രപ്രസ്ഥം, ചങ്ങനാശ്ശേരി, കോട്ടയം. അഡ്രസ്സ് നോക്കിയ രുദ്രൻ്റെ കണ്ണുകൾ കുറുകി. അവൻ ദേവയെ ഒന്നുകൂടെ നോക്കി. താൻ വണ്ടിയിൽ കയറാൻ? ഞാൻ ഈ സ്ഥലത്തിനടുത്താണ്, തന്നെ അവിടെയാക്കാം. രുദ്രൻ ബാലേട്ടൻ്റെ ഒപ്പം ഡ്രൈവിംഗ് സ്റ്റേറ്റിൽ കയറിയിരുന്നു. ദേവ പിറകിലും കയറി. ഈ അഡ്രസ്സിൽ ആരാ താമസിക്കുന്നത്? തൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരിയാണ്, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാദേവവർമ്മയുടെയും മാലിനി വർമ്മയുടെയും 2 മക്കൾ. മൂത്തയാൾ രുദ്രദേവ പ്രതാപവർമ്മയും ഇളയാൾ ഗോപികാവർമ്മയും. ഡൽഹിയിൽ ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരവാണ് രുദ്രൻ. ഗോപിക ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിലയും വിലയുമുള്ള ബിസിനസ് ഗ്രൂപ്പാണ്. അവർക്കില്ലാത്ത ബിസിനസ് ഒന്നും തന്നെ ഇല്ല. പക്ഷെ അതിൻ്റെ ഒരു അഹങ്കാരവും ഇല്ലാതെയാണ് മഹാദേവനും മാലിനിയും മക്കളെ വളർത്തിയത്. മഹാദേവൻ്റെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് മകൻ രുദ്രൻ. മാലിനി 1ാം തരം ഡാൻസറാണ്. ഇപ്പോൾ പഠിച്ചതെല്ലാം വെച്ച് കെട്ടി ഉത്തമയായ കുടുംബിനിയായി വീട്ടുഭരണത്തിലാണ്. കാർ പോർച്ചിൽ നിർത്തിയപ്പോൾ തന്നെ മാലിനി പുറത്തേക്ക് വന്നു. രുദ്രൻ ഡോർ തുറന്നു പുറത്തേക്ക് ഇറങ്ങി. പുറകെ ദേവയും, തൊട്ട് പിന്നിലായി ലഗേജുമായി ബാലേട്ടനും. എത്ര ദിവസമായി ദേവ നീ പോയിട്ട്? ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ മോനെ നീ ഫോൺ കയ്യിൽ കൊണ്ട് നടക്കുന്നത്? രുദ്രനെ കണ്ടപ്പോൾ തന്നെ അമ്മ ചോദിച്ചു. പോട്ടെ അമ്മേ, ഞാനിങ്ങ് എത്തിയില്ലേ. എൻ്റെ മാലിനിയുടെ പരാതിയും പിണക്കവും എല്ലാം ഞാൻ മാറ്റിത്തരാം. വിളിക്കടാ, അമ്മയെ തന്നെ പേര് ചൊല്ലി വിളിക്ക്. അപ്പോഴാണ് രുദ്രന് പിന്നിൽ നിൽക്കുന്ന ദേവയിലേക്ക് മാലിനിയുടെ നോട്ടം ചെന്നത്. ഇതാരാ ദേവ? രുദ്രനെ അമ്മ മാത്രം ദേവ എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ നായികയുടെ പേരും ദേവ എന്നാണ്. കൂട്ടുകാരത് ഓർത്തു വയ്ക്കണേ. അത് പറയാൻ മറന്നു അമ്മേ. ട്രെയിനിൽ നിന്ന് കിട്ടിയതാണ്. അന്വേഷിച്ചപ്പോൾ ഇത് അമ്മയ്ക്കുള്ളൊരു കൊറിയറാണ്. രുദ്രൻ കയ്യിലിരുന്ന അഡ്രസ് മാലിനിയെ ഏൽപ്പിച്ചു. അമ്മ ഇതൊന്ന് കൈപ്പറ്റിയേ, ഞാനൊന്ന് ഫ്രഷായി വരാം. മാലിനി അഡ്രസ്സ് കയ്യിൽ വാങ്ങി നോക്കി. മോൾ അകത്തേക്ക് വാ. മോളിതെവിടുന്നാ? മറുപടി പറയും മുന്നേ ദേവയുടെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൾ ബാഗിൽ നിന്നും അമ്മ ഏൽപ്പിച്ച ലെറ്റർ മാലിനിയെ ഏൽപ്പിച്ചു. ആ അക്ഷരങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ മാലിനിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. അവർ വേഗം എണീറ്റ് ദേവയുടെ അടുത്തേക്ക് ചെന്നു. കെട്ടിപ്പിടിച്ചു. എൻ്റെ സീതയുടെ മോളാണോ? എൻ്റെ ദേവമോളാണോ? അവർ ദേവയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. ദേവയുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു. മാലിനി അവളെ ഒരുപാട് നിർബന്ധിച്ച് ഫ്രഷ് ആവാൻ പറഞ്ഞു വിട്ടു. ഫ്രഷായിയാണ് ദേവ കയ്യിൽ കരുതിയ ഒരു ചുരിദാർ എടുത്തണിഞ്ഞു. മാലിനി അവളെ തൻ്റെ അടുത്തേക്ക് പിടിച്ചിരുത്തി. ഞാൻ ഇത്തിരി നേരം മടിയിൽ തലവച്ചൊന്ന് കിടന്നോട്ടെ? അത് ചോദിക്കുമ്പോൾ അവൾ നന്നായി വിതുമ്പുന്നുണ്ടായിരുന്നു. അതിനെന്താ, മോള് കിടന്നോ? മാലിനി അവളെ തൻ്റെ മടിയിലേക്ക് കിടത്തി. കണ്ണുകൾ നിറഞ്ഞു തൂവി. അവർ സ്നേഹത്തോടെ അവളെ മടിയിൽ കിടത്തി പതിയെ നെറുകിൽ തലോടിക്കൊണ്ടേയിരുന്നു. ദേവ തൻ്റെ മനസ്സിൻ്റെ ഭാരം മുഴുവനും മാലിനിയുടെ മടിത്തട്ടിൽ കണ്ണുനീരായി ഒഴുക്കി. കരച്ചിലും വിതുമ്പലുകൾക്കുമിടയിൽ അവൾ പലതും പറഞ്ഞുകൊണ്ടേയിരുന്നു. മാലിനിയുടെ വയറിൽ മുഖം അമർത്തി ഏങ്ങി ഏങ്ങി കരഞ്ഞു. മാലിനിയുടെ കണ്ണുകളും നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു.
കോളേജിൽ നിന്നും വന്ന ഗോപിക അമ്മയെ കാണാഞ്ഞു നോക്കിയപ്പോഴാണ് മുറിയിൽ അമ്മയുടെ മടിയിൽ കിടന്ന് പദം പറഞ്ഞ് കരയുന്ന ദേവയെ കാണുന്നത്. എല്ലാം കേട്ടപ്പോൾ ദേവികയ്ക്കും കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ആരോരുമില്ലാത്ത അവളോട് ഗോപികയ്ക്ക് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നി. തേങ്ങലുകളൊന്നടങ്ങി മാലിനി നോക്കുമ്പോഴുണ്ട് ദേവ നല്ല മയക്കത്തിലാണ്. അവളെ ഉണർത്താതെ പതിയെ മാറ്റിക്കിടത്തി. മാലിനി പുറത്തേക്ക് വരുമ്പോൾ കണ്ടു ഡോറിൽ ചാരി നിൽക്കുന്ന ഗോപികയെ. അവൾ ഏറെ നേരം അമ്മയെ കെട്ടിപ്പിടിച്ച് നിന്ന് കരഞ്ഞു. അമ്മ, ആ കുട്ടി ദേവപ്രിയ അമ്മയുടെ അടുത്ത സുഹൃത്തിൻ്റെ മകളാണ്. ഇന്നവൾക്ക് ആരുമില്ല ഗോപു. അവൾക്കിനി നമ്മളെന്നും ഉണ്ടാവണം. കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിൽ ചാരിയിരിക്കുകയാണ് രുദ്രൻ. കുറച്ചു മുന്നേ താൻ കേട്ട കാര്യങ്ങൾ തിരശീലയിൽ എന്നവണ്ണം അവൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു. ആരോരുമില്ലാത്ത ഒരു പെണ്ണും അവളുടെ തേങ്ങി തേങ്ങി കരച്ചിലും. മനസ്സ് അസ്വസ്ഥമായി. ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ അമ്മയെ അവിടെ ഒന്നും കാണാനില്ല. അപ്പോഴാണ് ഗോപുവിൻ്റെ മുറിയിൽ നിന്ന് കരച്ചിലും പറച്ചിലും കേട്ടത്. അങ്ങനെ പതിയെ അവിടെ എത്തി നോക്കി. ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞ് അമ്മയുടെ മടിയിൽ കിടന്ന് കരയുന്ന അവളെ കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത വേദന തോന്നി. അപ്പോഴാണ് ഗോപു അവിടേക്ക് വന്നത്. അവളോടൊന്നും മിണ്ടരുതെന്ന് കാണിച്ചു. ഒരു മയക്കത്തിന് ശേഷം ദേവ് ഞെട്ടി ഉണർന്നു. അപ്പോഴാണ് താൻ എവിടെയാണ് എന്നുള്ള ചിന്ത അവൾക്കുണ്ടായത്. പതിയെ എണീറ്റ് റൂമിന് പുറത്തേക്ക് വന്നു. 2 ദിവസമായി ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് താൻ എഴുന്നേറ്റോ? ഞാൻ 1-2 തവണ വന്നു നോക്കി. അപ്പോഴൊക്കെ നല്ല ഉറക്കമായിരുന്നു. ദേവ പെൺകുട്ടിയെ തന്നെ നോക്കി. തൻ്റെ പ്രായം വരും, വെളുത്തൊതുങ്ങിയ ശരീരപ്രകൃതിയോട് കൂടിയ ഒരു സുന്ദരി. ഞാൻ ആരാണെന്നല്ലേ താനീ ആലോചിക്കുന്നത്? ഞാനാണ് മാലിനി വർമ്മയുടെയും മഹേന്ദ്രവർമ്മയുടെയും രണ്ടാമത്തെ കൺമണി ഗോപിക വർമ്മ. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. എൻ്റെ ചേട്ടനാണ് രാവിലെ തന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഗ്രേറ്റ് രുദ്രദേവ പ്രതാപ വർമ്മ. ഇപ്പോൾ മനസ്സിലായോ? മോൾ എഴുന്നേറ്റോ? വാ, വല്ലതും കഴിക്കാം. മാലിനി ദേവയെ സ്നേഹത്തോടെ ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. കൂടെ ഗോപികയും ചെന്നു. മാലിനി ഒരു പ്ലേറ്റിൽ ദോശയും സാമ്പാറും അവൾക്ക് വിളമ്പി നൽകി. ഭക്ഷണം വാരി വായിൽ വയ്ക്കുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. ഇനി ഒന്നും ആലോചിച്ച് കരയരുത്, ഞങ്ങളെല്ലാവരുമുണ്ട്. ഇനിയും മോളുടെ കണ്ണ് നിറഞ്ഞാൽ എൻ്റെ സീതയുടെ ആത്മാവ് എന്നോട് പൊറുക്കില്ല. ഗോപിക സീതയെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ഇനി താൻ കരയരുത്. ഞാൻ എന്താ വിളിക്കേണ്ടത്? എല്ലാവരും എന്നെ ദേവയെന്നാണ് വിളിക്കുന്നത്. ഞാനും അങ്ങനെ വിളിക്കാം. എന്നെ ഗോപുന്നും വിളിച്ചോ. ഏട്ടൻ പോയോ അമ്മേ? ആരെയോ കാണാനുണ്ടെന്ന്. അച്ഛനിന്ന് വരില്ലേ അമ്മേ? ഇന്ന് വരും, പക്ഷേ ലേറ്റാവും. മോൾ ഇന്ന് ഗോപുവിൻ്റെ മുറിയിൽ കിടക്ക്. നാളെ മുകളിലത്തെ റൂം ശരിയാക്കാം. ദേവയും ഗോപുവും വേഗത്തിൽ കൂട്ടായി. ദേവ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണെന്ന് കേട്ടപ്പോൾ ഗോപുവിന് ഉത്സാഹമായി. അച്ഛനോട് പറഞ്ഞ് നമുക്ക് കോളേജിൽ അഡ്മിഷൻ ശരിയാക്കാം, എന്നിട്ട് നമുക്ക് ഒന്നിച്ചു പോകാം. ദേവ അതിനൊക്കെ ചിരിച്ചുകൊണ്ട് തലയാട്ടി. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ കഥ ഇഷ്ടമായാൽ പറയണം കേട്ടോ. ഇതൊരു തുടർക്കഥയാണ്. പ്രണയതീരം ഡെയിലി ഉണ്ടാവും. വളരെ കുറച്ച് പാർട്ടുകളിലുള്ള ഒരു ചെറിയ സ്റ്റോറിയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഡെയിലി പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരോടും നിറയെ സ്നേഹം.